തുടങ്ങിയപ്പോൾ ഒരു നോർമൽ ഡേ തന്നെയായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റു, വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല വർക്കൗട്ട് ചെയ്യാൻ പോയി. വർക്കൗട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേല് കുറച്ച് വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രെച്ചിങ് ആണ് ഫോക്കസ് ചെയ്തത്. നന്നായി സ്ട്രെച്ച് ചെയ്തു. ആം, പിന്നെ സ്ട്രെച്ച് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം വയ്യാണ്ടായപ്പോൾ പിന്നെ നമ്മൾ അധികം ഓവർ ചെയ്യണമെന്ന് വെച്ചു. മെയിനായി സ്ട്രെച്ചിങ് തന്നെ ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവാം എന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജേണലിങ് ചെയ്യാം വിചാരിച്ചു. ജേണലിങ് ഞാൻ ബുക്കൊക്കെ എടുത്ത് അതൊന്ന് സെറ്റായി. പിന്നെ ജേണലിങ് ചെയ്തു. ജേണലിങ് ഇപ്പോൾ പണ്ടത്തെക്കാളും കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. എനിക്ക് പണ്ടത്തെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോട്ട്സ് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം കുറച്ചും കൂടെ ക്ലിയർ ആയേ. അതായത് ഇന്ന് വീട്ടിലിരിക്കുകയാണെങ്കിൽ ഷൂട്ടിങ് നടക്കില്ല എന്ന് എനിക്ക് തോന്നി. വേറെ ഒന്നും കൊണ്ടല്ല, വീട്ടിലെല്ലാവരും ഉണ്ട്. ആം, പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ അറിയാലോ ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ നടക്കാൻ ചാൻസ് കുറവാന്ന് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു കൂട്ടാനോട്ടി പോകുമെന്ന് വിചാരിച്ചു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ട് ഫുള്ള് കൂട്ടുകാരന്മാരും പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് കറക്കും, പിന്നെ കുറച്ചിങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഷൂട്ടിങ് ചെയ്തു അവിടെ വെച്ചിട്ട്. അവിടെ കുറച്ച് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, എഡിറ്റിംഗ് ഒക്കെ അവിടെ വെച്ച് തീർത്തു. പക്ഷെ എന്നാലും വിചാരിച്ച പോലെ കാര്യങ്ങൾ പോയില്ല. നടക്കാണ്ടൊന്നുമില്ല, നടന്നു. വേറെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു. കറങ്ങാനൊക്കെ പോയി, ഒന്ന് സ്ട്രെസ് റിലീഫൊക്കെ ആയി, അതൊക്കെ നടന്നു. പക്ഷെ നമ്മുടെ ചാലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അതിന് വേണ്ട മെഡിറ്റേഷനും റീഡിങ്ങും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അവിടെ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് വീട്ടിലെത്തിയിട്ട് ചെയ്യാം, സമയമുണ്ടല്ലോ എന്നുള്ളൊരു രീതിയിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ പക്ഷെ വീട്ടിലെത്തിയപ്പോൾ വൈകി ഇൻ ദ സെൻസ്, ഞാൻ വീട്ടിൽ കയറിയപ്പോൾ ഏകദേശം ഒരു 11:55 കഴിഞ്ഞു, 58-അടുത്തായി. പിന്നെ എനിക്ക് വേണമെങ്കിൽ രാത്രി ചെയ്യായിരുന്നു, ചെയ്യാൻ മടി ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ചെയ്യായിരുന്നു. എന്നിട്ട് രാത്രി ഞാൻ വിചാരിച്ചു രാത്രി ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. എന്നിട്ട് പറയാം രാത്രി ചെയ്യാന്നുള്ള രീതിയിൽ പറയാം. പിന്നെ വിചാരിച്ചു ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം, അങ്ങനെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ ഇന്ന് ചെയ്യാന്ന് പറഞ്ഞു, ആ കാര്യം ചെയ്തോ ചെയ്തില്ല, ഞാൻ എന്നെ തന്നെയല്ലേ ആഫ്റ്റർ ഓൾ ബോധ്യപ്പെടുത്തണ്ടേ. ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല, ചാലഞ്ചിൽ ഞാൻ തോറ്റു. 30 ഡേ ചാലഞ്ച് തുടങ്ങിയിട്ട് 4 ദിവസമായി ഉണ്ടായുള്ളൂ, അപ്പോഴേക്കും തോറ്റു. ഈ ഒരു തോൽവിയെ എനിക്ക് രണ്ട് രീതി കാണാം. ഒന്നെന്ന് പറയുന്നത്, ഞാൻ ആദ്യമായിട്ടല്ല തോക്കണേ ഒരു കാര്യത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് കോമ്പറ്റീറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ഒരു വട്ടമല്ല പല വട്ടം തോറ്റിട്ടുണ്ട്. അപ്പോൾ തോൽവി എനിക്കൊരു പുത്തരിയല്ലേ, ആ രീതി കാണാം. അല്ലെങ്കിൽ ഒരു 30 ഡേ ചലഞ്ച് എടുത്തിട്ട് അതിൽ 3 ദിവസം കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും തോറ്റ ഒരാളായി, ഞാൻ എന്ത് പരിപാടി ചെയ്താലും തോക്കാണ് എന്നുള്ള രീതിയിൽ എനിക്ക് കാണാം. ഇതിലേത് രീതി കാണണമെന്ന് എനിക്കിപ്പോഴും അറിയില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇത് ജസ്റ്റ് 30 ഡേയ്സിൽ ഒരു ദിവസം തോറ്റ ഒരു കഥയാണ്. ഇത് കഴിഞ്ഞിട്ട് നിർത്തി മൊത്തത്തിൽ പോകണോ, അതോ ഒരു ദിവസം തോറ്റു എന്നുള്ള രീതിയിൽ ബാക്കി ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്യണോ, ബാക്കി 29 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണോ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കാം.